ഓക്കെ, സോ പോക്കോ എന്ന ബ്രാൻഡ് ഇന്ത്യയിൽ 4 ഫോൺ സീരീസുകളാണ് ഇറക്കുന്നത്. സി സീരീസ്, അതിന്റെ മേളിൽ എം സീരീസ്, അതിന്റെ മേളിൽ എക്സ് സീരീസ്, പിന്നെ ഏറ്റവും ടോപ്പിലാണ് എഫ് സീരീസ്. എന്നാൽ പോക്കോ പറയുന്നതനുസരിച്ച് ഈ പോക്കോ X8 Pro Max ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞ വർഷത്തെ അവരുടെ ഏറ്റവും പവർഫുൾ ഫോണായ പോക്കോ F7നേക്കാളും പവർഫുൾ ആണ്. സോ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തോന്നും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്പെസിഫിക്കേഷൻസ് മാത്രം മതിയോ, ശരിക്കും പെർഫോം ചെയ്യുന്നുണ്ടോ, അതും നോക്കണ്ടേ. ഞാൻ ഈ പോക്കോ X8 Pro Max കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്നത്തെ ഈ ഇനീഷ്യൽ റിവ്യൂവിൽ ഞാൻ ഈ ഫോണിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്യാം. പിന്നെ ഒരു സ്പെഷ്യൽ അയൺ മാൻ എഡിഷൻ പോക്കോ X8 സീരീസ് ഫോണും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇതാണ് പോക്കോ X8 Pro Maxന്റെ ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഫോണുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള ബ്ലാക്ക് സിലിക്കോൺ കേസ്, ഫാസ്റ്റ് ചാർജർ, ടൈപ്പ് സി ചാർജിങ് കേബിൾ ആൻഡ് ഡോക്യുമെന്റ്സ്. സോ പോക്കോ പറയുന്നത് പോലെ ഈ X8 Pro Maxന് പോക്കോ F7 ബീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞാൻ ഫസ്റ്റ് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കി. MediaTekന്റെ ലേറ്റസ്റ്റ് പവർഫുൾ Dimensity 9500S ചിപ്സെറ്റുമായി വരുന്ന ലോകത്തിലെ ഫസ്റ്റ് ഫോൺ കൂടിയാണ് ഈ പോക്കോ X8 Pro. സോ കഴിഞ്ഞ വർഷം വന്ന പോക്കോ F7ന്റെ AnTuTu സ്കോർ ഏകദേശം 2.1 മില്യൺ 2.2 മില്യൺ ആയിരുന്നു. ഈ X8 Pro Maxൽ AnTuTu സ്കോർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ സ്കോറാണ് ഞാൻ ആക്ച്വലി ഞെട്ടി. ഓൾമോസ്റ്റ് 3 മില്യൺ ആണ് എനിക്ക് കിട്ടിയ AnTuTu സ്കോർ. സോ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഇറ്റ് ഇസ് വെരി വെരി പവർഫുൾ. സോ ഇത്രയും ഹൈ സ്കോർ കിട്ടാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് LPDDR5X അൾട്രാ റാം ആൻഡ് UFS 4.1 സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത്രയും പവർഫുൾ ഫോൺ വന്ന സ്ഥിതിക്ക് ഗെയിമിംഗ് എന്തായാലും ടെസ്റ്റ് ചെയ്യണമല്ലോ. സോ നോർമലി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന എല്ലാ ഗെയിംസും ഞാൻ ഇതിൽ റൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ BGMI ആണെങ്കിലും കോൾ ഓഫ് ഡ്യൂട്ടി ആണെങ്കിലും ആസ്ഫാൾട്ട് ആണെങ്കിലും ഈ പറയുന്ന എല്ലാ ഗെയിംസും നമുക്ക് ഈസിലി സ്മൂത്ത്ലി 120 FPS റൺ ചെയ്യാൻ പറ്റും. സോ BGMIയിൽ അൾട്രാ എക്സ്ട്രീം അൺലോക്ഡ് ആയിട്ടാണ് വരുന്നത്. അതേ രീതിയിൽ കോൾ ഓഫ് ഡ്യൂട്ടി ആണെങ്കിലും 120 FPS ആണ് കിട്ടുന്നത്. കുറച്ചും കൂടി ഹെവി ഗെയിം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വെതറിംഗ് വേവ്സ് ഇതിൽ റൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് 60 FPS ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് താഴേക്ക് പോകുന്നുണ്ട്, 58, 56ലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് പ്രാക്ടിക്കലി കളിക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ COD BGMI കളിച്ചപ്പോൾ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തില്ല. കുറച്ച് ഹെവി ഗെയിംസ് ഒക്കെ ഗെൻഷൻ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ വെതറിംഗ് വേവ്സ് നിങ്ങൾ കുത്തിയിരുന്ന് കളിക്കുകയാണെങ്കിൽ ചെറിയൊരു വാംത്ത് നിങ്ങൾക്ക് ഇതിന്റെ ബാക്കിൽ ഫീൽ ചെയ്യും. അങ്ങനെ ഭയങ്കര ഓവർ ഈറ്റിംഗ് അല്ലെങ്കിൽ കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര അൺകംഫർട്ടബിൾ അങ്ങനത്തെ ഫീൽ ഒന്നും എനിക്ക് കിട്ടിയില്ല. എനിവേ ഓവർ ഈറ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടി 3D ഐസ് ലൂപ്പ് കൂളിംഗ് സിസ്റ്റം ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ടെമ്പറേച്ചർ മെഷർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. മാക്സിമം 38 ഡിഗ്രി 39 ഡിഗ്രി വരെയാണ് പോയത്. സോ ദാറ്റ് ഇസ് നൈസ് ആക്ച്വലി. പിന്നെ ഈ ഫോൺ സ്മാർട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അറിയാലോ, ബൈപ്പാസ് ചാർജിങ്. സോ നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാറ്ററി ലോ ആണെങ്കിൽ കുത്തി വെച്ചുകൊണ്ട് കളിക്കാൻ പറ്റും. ചാർജിങ് കാരണമുള്ള ഹീറ്റ് നിങ്ങൾ ഫേസ് ചെയ്യില്ല. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ഗെയിമിംഗ് ടെസ്റ്റും ഡീറ്റെയിൽഡ് റിവ്യൂ ഒക്കെ വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇത്രയധികം പെർഫോമൻസ് മാത്രം കിട്ടിയാൽ പോരല്ലോ, ഈ പെർഫോമൻസ് കുത്തിയിരുന്ന് ഉപയോഗിക്കാൻ വേണ്ടി വലിയ സൈസുള്ള ബാറ്ററിയും വേണം. കഴിഞ്ഞ വർഷം വന്ന പോക്കോ F7ൽ 7550 mAh ബാറ്ററി ആയിരുന്നു. ഇത്തവണ പോക്കോ രണ്ടും കൽപ്പിച്ച് 9000 mAh ബ്രഹ്മാണ്ഡ ബാറ്ററിയാണ് ഈ ഫോണിൽ ഇട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും വലിയ ബാറ്ററി വരുമ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആഗ്രഹം വരുള്ളൂ. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ഞെട്ടിപ്പിക്കുന്ന റിസൾട്ടാണ് കിട്ടിയത്. ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. 5G ഇട്ടുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്തത്. പിന്നെ 70% ബ്രൈറ്റ്നസ് ഉണ്ടായിരുന്നു. നമ്മൾ നോർമലി ചെയ്യുന്ന ടെസ്റ്റാണ്. 6.5 മണിക്കൂറിൻ്റെ സ്ക്രീൻ ഓൺ ടൈമാണ് കിട്ടിയത്. ആൻഡ് 58% ബാറ്ററി ഇനിയും ബാക്കി ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ഏകദേശം 13 അല്ലെങ്കിൽ 14 മണിക്കൂറിൻ്റെ സ്ക്രീൻ ഓൺ ടൈമാണ് കിട്ടുന്നത്. ഇത് ഭയങ്കര എക്സ്ട്രീം ടെസ്റ്റ് ആയിരുന്നു. നിങ്ങൾ എന്തായാലും ഇത്ര ഭയാനകമായിട്ട് ഫോൺ ഉപയോഗിക്കാൻ പോകുന്നില്ല. ഈസിലി 2 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് തരും. ചാർജിങ്ങിൻ്റെ സൈഡിലും കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല. ബോക്സിൽ ചാർജർ വരുന്നുണ്ട്. 100 വാട്ടിൻ്റെ ഹൈപ്പർ ചാർജർ വരുന്നുണ്ട്. കേബിൾ വഴി 27 വാട്ടിൻ്റെ റിവേഴ്സ് വയർഡ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ ഒരു പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ഫോണിൽ ഏറ്റവും അധികം യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഡിസ്പ്ലേ ആണ്. സോ ഡിസ്പ്ലേ മോശമാണെങ്കിൽ നമ്മുടെ മൊത്തം എക്സ്പീരിയൻസ് ബോറായിരിക്കും. ഈ ഫോണിൽ 6.83 ഇഞ്ച് സൈസുള്ള 1.5K റെസൊല്യൂഷൻ ഉള്ള AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റിന്റെ സ്മൂത്ത്നെസ് ഒക്കെ വരുന്നുണ്ട്. ചുറ്റുമുള്ള ബെസൽസ് കണ്ടില്ല, നല്ല സ്ലിം ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ കോണ്ടന്റ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഞാൻ ആക്ച്വലി ഈ ഫോണിൽ നമ്മുടെ ജുജുത്സു കൈസൻ ഉണ്ടല്ലോ, ജുജുത്സു കൈസൻ ഫാൻസ് ഉണ്ടെങ്കിൽ താഴെ എഴുതി അറിയിക്കുക. ഓക്കെ, സോ അറിയാത്തവർക്ക് അതൊരു ആനിമയാണ്. ഓക്കെ, സോ അത് ഞാൻ ഈ ഒരു ഫോണിലാണ് കണ്ടത്. അതിന്റെ സീസൺ 3 വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കളേഴ്സ് ആണെങ്കിലും ഷാർപ്നെസ് ആണെങ്കിലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയത്. ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസിന്റെ സൈഡിൽ നിന്നും ഒരു ഇഷ്യൂ ഇല്ല. 3500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും 2000 നിറ്റ്സിന്റെ HBM ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഔട്ട്ഡോർ ഇൻഡോർ എത്ര വെയിലും വെട്ടം ഉണ്ടെങ്കിലും എല്ലാം ക്ലിയർലി കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഗെയിമേഴ്സ് പ്രിഫർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഫ്ലാറ്റ് ഡിസ്പ്ലേ. സോ ഇവിടെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പ്രീ അപ്ലൈഡ് സ്ക്രീൻ പ്രൊട്ടക്ടറുമായാണ് വരുന്നത്. പിന്നെ ഒരു പോക്കോ ഫോൺ ആയതുകൊണ്ട് HDR ആൻഡ് ഡോൾബി വിഷൻ ഈ രണ്ടും നെറ്റ്ഫ്ലിക്സിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ണുകൾക്ക് സ്ട്രെസ് വരാതിരിക്കാൻ വേണ്ടി TUV ലൈൻ ഫ്ലിക്കർ
ഫ്രീ പ്രൊട്ടക്ഷനും PWM ഡിമ്മിങ്ങിൻ്റെ ഫീച്ചർ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം വന്ന ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണായ പോക്കോ F7 ഓപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആയിരുന്നു. ഇത്തവണ പോക്കോ അത് അപ്ഗ്രേഡ് ചെയ്ത് അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഫാസ്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്, തൊട്ടാൽ മാത്രം മതി. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വോളിയം കൂട്ടി ഇതാ കണ്ടില്ലേ 400% വരെ കൊണ്ടുപോകാൻ പറ്റും. സോ പെർഫോമൻസ്, ബാറ്ററി, ഡിസ്പ്ലേ, സ്പീക്കേഴ്സ് എല്ലാം ഓക്കെയാണ്. ഡിസൈൻ എങ്ങനെയുണ്ട്? കാരണം നോർമലി പെർഫോമൻസ് ഫോൺ എന്ന് പറയുമ്പോൾ ഡിസൈനിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ബ്രാൻഡുകൾ ചെയ്യാറുണ്ട്. എന്നാൽ അവിടെയും പോക്കോ നല്ലോണം സ്കോർ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ പ്രീമിയം ഗ്ലാസ് ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ചുറ്റുമുള്ള ഫ്രെയിം മെറ്റൽ, അതായത് അലൂമിനിയം ഫ്രെയിമാണ്. സോ കയ്യിൽ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രീമിയം ഫീൽ എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊരു സ്ലിം അല്ലെങ്കിൽ ലൈറ്റ് വെയിറ്റ് ഫോണാണെന്ന് പറയാൻ പറ്റുമല്ലോ. ഓക്കെ, പക്ഷേ ഇത്രയും വലിയ ബാറ്ററി ഉള്ളതുകൊണ്ട് എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. ഡ്യൂറബിലിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അവിടെയും കോസ്റ്റ് കട്ടിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അതായത് മാർക്കറ്റിലുള്ള എല്ലാ IP റേറ്റിംഗ്സ് ഹോൾസെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൂൾ ഗെയിമിംഗ് വൈബിന് വേണ്ടിയാണെന്ന് തോന്നുന്നു പവർ ബട്ടൺ. അതിന് ചുറ്റും ഒരു റെഡ് ആക്സൻ ഉണ്ട്. ഈ 2 ക്യാമറ ലെൻസസ് കണ്ടോ, അതിന് ചുറ്റും RGB റിംഗ് ലൈറ്റ് വരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴും മെസ്സേജ് വരുമ്പോഴും ഗെയിമിംഗ് ചെയ്യുമ്പോഴും ചാർജ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പാട്ടുകൾ കേൾക്കുമ്പോൾ അതിങ്ങനെ കത്തും. ലേറ്റസ്റ്റ് Android 16 ബേസ് ചെയ്തിട്ടുള്ള HyperOS 3 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, പോക്കോ ഫോണിൻ്റെ കൂടെ 4 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റിന് പ്രോമിസ് തന്നിട്ടുണ്ട്. പ്രോമിസ് നല്ലതാണ്. തരുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കുറച്ചും കൂടി റെഗുലർ ആക്കണം ഫ്യൂച്ചറിൽ. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. ഇത്രയും പവർഫുൾ ചിപ്സെറ്റും റാമും സ്റ്റോറേജ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ആനിമേഷൻസ് ആണെങ്കിലും ഗെയിമിംഗ് ആണെങ്കിലും ക്യാമറ യൂസ് ചെയ്യുമ്പോഴും ഓവറോൾ ബഗ്സും സ്റ്റട്ടേഴ്സും ലാഗ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. പ്രീ ഇൻസ്റ്റാൾഡ് ഗെയിംസ് ആപ്ലിക്കേഷനൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ഇങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ പുതിയ HyperOSൽ വന്നിരിക്കുന്ന ചില ഫീച്ചേഴ്സ്, അതായത് ഫോർ എക്സാമ്പിൾ ഈ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ലോക്ക് സ്ക്രീൻ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ലോക്ക് സ്ക്രീൻ വാൾപേപ്പറിൽ ഇങ്ങനെ ഡെപ്ത് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഒരു ക്യൂട്ട് ഫീച്ചർ ഉണ്ട്, അതായത് ഒരു പൂച്ച സർ, അതായത് നമ്മുടെ പെറ്റ് ഉണ്ടല്ലോ പൂച്ച. സോ പൂച്ച സർ വിഡ്ജറ്റിൽ വന്ന് കിടപ്പുണ്ട്. വിഡ്ജറ്റിൽ നിന്ന് ഇങ്ങനെ എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഹോം സ്ക്രീൻ ഇടാൻ പറ്റും. പിന്നെ തൊടുമ്പോൾ ഇങ്ങനെ അതിങ്ങനെ ആനിമേഷൻ കാണിക്കും. ഇറ്റ്സ് ആക്ച്വലി നൈസ്. പിന്നെ ലൈവ് ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യുന്ന ഹൈപ്പർ ഐലൻഡ് ഫീച്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AI റൈറ്റിംഗ്, അതായത് നമ്മൾ എഴുതുന്ന ടെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ എഡിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. AI ഉപയോഗിച്ച് ഡൈനാമിക് വാൾപേപ്പേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, AI ട്രാൻസ്ലേറ്റ്, AI ഇൻ്റർപ്രെറ്റർ, AI സബ്ടൈറ്റിൽസ്, ഈ പറയുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണക്ടിവിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് പാക്കേജ് ആണെന്ന് പറയാൻ പറ്റും. എൻ്റെ കുറച്ച് ദിവസത്തെ യൂസേജിൽ 5G കണക്ടിവിറ്റി ആണെങ്കിലും റിസപ്ഷൻ ആണെങ്കിലും 5G ഡൗൺലോഡ് സ്പീഡ് ആണെങ്കിലും അതിൽ ഞാൻ ഇഷ്യൂ ഒന്ന് ഫേസ് ചെയ്തില്ല. അതൊക്കെ പക്കയായിരുന്നു. കോൺടാക്ട്ലെസ് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി NFC വരുന്നുണ്ട്. പിന്നെ ഒരു പോക്കോ ഫോൺ ആയതുകൊണ്ട് IR ബ്ലാസ്റ്ററും കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് വരുന്നത്. താഴെയുള്ള USB പോർട്ട് USB 2.0 ആണ്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് നല്ലതാണ്. അതായത് പ്രോപ്പർ ഡെഡിക്കേറ്റഡ് മോട്ടോർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സജഷൻ ആയിരിക്കും, കീബോർഡ് ഉണ്ടല്ലോ അത് ഇമോജി കീബോർഡ് ഉപയോഗിക്കാതെ നിങ്ങൾ Gboard ഉപയോഗിക്കുകയാണെങ്കിൽ ടൈപ്പ് ചെയ്യുമ്പോഴും നല്ല ഹാപ്റ്റിക് എക്സ്പീരിയൻസ് കിട്ടും. ക്യാമറ പെർഫോമൻസ് എനിക്ക് ഡീസെന്റ് ആയിട്ടാണ് തോന്നിയത്. ഓക്കെ, കാരണം ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് ഫോണാണ്. സോ ക്യാമറ ഇതിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആണെന്ന് പറയാൻ കഴിയില്ല. മെയിൻ ക്യാമറ 50 മെഗാപിക്സൽ ലൈറ്റ് ഫ്യൂഷൻ 600 സെൻസർ ഉള്ള ക്യാമറയാണ്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോട്ടോസിലുള്ള ഡീറ്റെയിൽസും കളേഴ്സ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ ഈ പോക്കോയുടെ ഫോട്ടോസിൽ വരുന്ന സംഭവം ഉണ്ടല്ലോ, ഈ ഒരു മഞ്ഞ ടോൺ, ഒരു വാം കളർ ടോൺ, അത് ഇവിടെയും വരുന്നുണ്ട്. അൾട്രാവൈഡ് ക്യാമറ 8 മെഗാപിക്സൽ മാത്രമായതുകൊണ്ട് മെയിൻ ക്യാമറയിൽ കിട്ടുന്ന ഒരു ക്ലാരിറ്റിയും ഡീറ്റെയിൽസ് ഇവിടെ പ്രതീക്ഷിക്കേണ്ട ഒരു ശരാശരി അൾട്രാവൈഡ് ക്യാമറ പെർഫോമൻസ് ആണ് കിട്ടിയത്. നമുക്ക് വേണമെങ്കിൽ മെയിൻ ക്യാമറ വെച്ച് തന്നെ 1x and 2xൽ പോർട്രേറ്റ് ഫോട്ടോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. നൈറ്റ് മോഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ക്ലിക്ക് ചെയ്ത ചില നൈറ്റ് ഫോട്ടോസ് ഷെയർ ചെയ്യുന്നുണ്ട്. മെയിൻ ക്യാമറ വെച്ച് നമുക്ക് മാക്സിമം 4K 60 FPS വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് നൈസ്. സ്റ്റേബിൾ 4K 60 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വീഡിയോയിൽ തന്നെ നൈറ്റ് വീഡിയോസ് എടുക്കാനുള്ള ഫീച്ചറും വരുന്നുണ്ട്. ഞാനൊരു സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറ പെർഫോമൻസ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. വലിയ ഇഷ്യൂ ഒന്നുമില്ല. സ്കിൻ ടോൺ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണെങ്കിലും ഓക്കെ ആയിട്ടാണ് എല്ലാം എടുത്ത് കാണിക്കുന്നത്. എന്നാൽ എന്താണെന്ന് അറിയില്ല, സെൽഫി ക്യാമറയിൽ 4K റെക്കോർഡിങ്ങിന് വേണ്ടിയുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല. കാരണം ഇത്രയും പെർഫോമൻസ് ഉള്ള ചിപ്സെറ്റും റാം സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. സോ ഈസിലി അവർക്ക് 4K കൊടുക്കാമായിരുന്നു. ക്യാമറ ബേസ്ഡ് AI ഫീച്ചേഴ്സിൽ AI അൾട്രാ HD ഉണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോയുടെ ക്ലാരിറ്റി കൂട്ടാൻ പറ്റും. AI ബ്യൂട്ടിഫൈ ഉപയോഗിച്ച് അറിയാലോ, ബ്യൂട്ടിഫൈ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഒരു ഇമേജിന്റെ സൈസ് കൂട്ടാൻ വേണ്ടിയുള്ള AI ഇമേജ് എക്സ്പാൻഷൻ ഉണ്ട്. അനാവശ്യമായ കാര്യങ്ങൾ എടുത്ത് മാറ്റാൻ സഹായിക്കുന്ന AI Erase Pro. അതുപോലെ തന്നെ AI കട്ടൗട്ട് ഫീച്ചറും ഇവിടെ വരുന്നുണ്ട്. ഇനിയാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ ആ ഒരു അയൺ മാൻ എഡിഷൻ സ്പെഷ്യൽ ഫോൺ. ബോക്സ് തന്നെ കണ്ടില്ലേ, എന്താ രസം, എന്താ ഫീൽ. ആ ഒരു കറക്റ്റ് അയൺമാൻ്റെ ആ ഒരു റെഡ്, ഒരു സിൽവർ, മെറ്റൽ ആ ഒരു കളർ തീമിലാണ് വരുന്നത്. മുകളിൽ അയൺമാൻ്റെ ലോഗോ, അതായത് അതിൻ്റെ ഹെൽമെറ്റും പിന്നെ അവെഞ്ചേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ സൂട്ട് കേസ് പോലെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. തുറക്കുമ്പോൾ തന്നെ ഈ കാണുന്ന വലിയൊരു കാർഡുണ്ട്. ഇതെവിടെയായിട്ട് നമ്മുടെ ആ ഒരു ബോക്സ് ഉണ്ട്, ചെറിയ ബോക്സ്. ഇതിൻ്റെ മേലുള്ള ആർട്ടും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അയൺമാൻ്റെ ആർക്ക് റിയാക്ടർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഡിസൈനുള്ള ഒരു കേസ്. ഇറ്റ്സ് വെരി നൈസ്, നല്ല രസമുണ്ട് കാണാൻ. റെഡ് കളർ ചാർജിങ് കേബിൾ വരുന്നുണ്ട്. പക്ഷേ മെയിൻ ഐറ്റമാണ് ഈ ഫോൺ.
കണ്ടില്ലേ, നമ്മൾ ലൈറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിക്കുമ്പോൾ നല്ലൊരു ഗ്ലോ ചെയ്യുന്ന സംഭവം. പിന്നെ താഴെ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇറ്റ്സ് വെരി വെരി നൈസ്, ലുക്സ് വെരി കൂൾ. പിന്നെ ഡിസൈനിൽ മാത്രമല്ല, ഉള്ളിൽ കൊടുത്തിരിക്കുന്ന UI ഉണ്ടല്ലോ, അവിടെയും അയൺമാൻ്റെ ഒരു ഐക്കൺ പാക്ക് ഒക്കെ അവർ ഇൻസ്റ്റാൾ ചെയ്ത് തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കളക്ടേഴ്സ് എഡിഷൻ ഫോണുകൾ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഗ്ലാസ് ബാക്ക് അലൂമിനിയം ഫ്രെയിം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ സൈസ് ചെറുതാണ്, 6.59 ഇഞ്ചുള്ള 1.5K റെസൊല്യൂഷൻ ഉള്ള AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. MediaTekന്റെ Dimensity 8500 അൾട്രാ ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഉണ്ട്. 6500 mAh ബാറ്ററി. പിന്നെ കളക്ടർ എഡിഷന്റെ ബോക്സിൽ ചാർജർ ഇല്ല, എന്നാൽ നോർമൽ X8 പ്രോയുടെ ബോക്സ് ഉണ്ടല്ലോ, അതിൽ ചാർജർ വരുന്നുണ്ട്. പോക്കോ X8 പ്രോയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 32,999 രൂപ. എന്നാൽ ഡിസ്കൗണ്ട് ചേർത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 29,999 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. പോക്കോ X8 Pro മാക്സിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 42,999 രൂപ. ഇതിന്റെ ഓഫർ പ്രൈസ് ആണ് 39,999 രൂപ. സോ നമ്മൾ ഇൻട്രോയിൽ ചോദിച്ച ചോദ്യമായിരുന്നു, ഈ കാണുന്ന പോക്കോ X8 Pro Max കഴിഞ്ഞ വർഷം വന്ന പോക്കോ F7നേക്കാളും പവർഫുൾ ആണോ എന്ന് ചോദിച്ചാൽ യെസ്, അതിനേക്കാളും പവർഫുൾ ആണ്. ആക്ച്വലി മിക്ക എല്ലാ ഡിപ്പാർട്ട്മെന്റിലും, പെർഫോമൻസ് ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും ചാർജിങ് ആണെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോക്കോ അപ്ഗ്രേഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ നല്ല പെർഫോമൻസും പിന്നെ അതിൻ്റെ കൂടെ ഒരുപാട് ഫീച്ചേഴ്സ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോൺ നിങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പോക്കോ X8 Pro Max ചെക്കൗട്ട് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.